ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ആട്ടോ. ഇന്ന് സഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് ഡിന്നറിന് വരുന്നുണ്ട്. വീട് മാറിയപ്പോൾ തൊട്ട് അവരൊരു ദിവസം വീട്ടിലോട്ട് വിളിക്കണം, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. പക്ഷെ ഓരോ കാരണങ്ങളായിട്ട് നടന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി വരുന്നുണ്ട്. മഷ്റൂം ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. സവാളയെല്ലാം പച്ചക്കറിയെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. സവാളയും തക്കാളിയും മല്ലി പുതിന പിന്നെ മഷ്റൂം ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം ഉപ്പിലിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം, പിന്നെ ക്യാരറ്റ് പൊടികളെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഇതൊക്കെ കുറച്ച് സഞ്ജു അരിഞ്ഞതുകൊണ്ട് പിന്നെ മീറ്റിംഗ് ഉണ്ട് ഓഫീസിൽ, അപ്പോൾ അങ്ങോട്ട് പോയി. ഇത്രയും നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ലേറ്റായി. ഇപ്പോൾ തന്നെ 5:30 8:30 അവർ വരാൻ. അപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് ഉണ്ടാക്കിയാൽ മതി. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മഷ്റൂമും മസാല വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ചോറ് പകുതി വേവിച്ചിട്ട് അങ്ങനെ ദമ്മിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാനല്ല. അരി കൈമ റൈസ് എടുത്തിരിക്കുന്ന 2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോൾ കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുള്ളൂ. കൂടുതൽ നേരമൊന്നും വെള്ളത്തിലിടുന്നില്ല. ഇപ്പോൾ കഴുകിയുള്ളൂ. അപ്പോൾ വെള്ളം തിളക്കുന്നവരെ വെള്ളത്തിൽ കിടന്നോട്ടെ. വെള്ളം ചൂടായി തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാട്ടോ. വാർത്ത് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. ഈ 6:30 ആകുമ്പോൾ 7 മണി വരെ ഭയങ്കര കൊതുകായിരിക്കും. ഇനി കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല. ഗുഡ് നൈറ്റ് തീർന്നിരിക്കുക. അപ്പോൾ കൊതുക് തിരി എത്തിച്ചില്ലെങ്കിൽ എന്നെ ഈ കിച്ചണിൽ ഇപ്പോൾ കുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ചോറാവുന്ന ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് സവാള എടുത്ത് ഫ്രൈ ചെയ്ത് വെക്കട്ടെ. കാഷ്നട്ടും മുന്തിരിയൊക്കെ എനിക്ക് കണ്ട് ലിസ്റ്റ് കൊടുത്തതിൽ മറന്നുപോയി, മേടിച്ചിട്ട് വന്നില്ല. അപ്പോൾ പിന്നെ അതൊന്നുമില്ല. സവാള കുറച്ച് ഫ്രൈ ചെയ്ത് വെക്കട്ടെ. ഉറപ്പൊക്കെ അവിടെ ആകുമ്പോഴേക്കും സവാള ഫ്രൈ ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോറിട്ട് കൊടുക്കാം. എൻ്റെ പൊന്നെ കാത്തോണി. ഒരു കയ്യിൽ ഫോണും പിടിക്കണം, ചോറിട്ട് കൊടുക്കണം. മേത്തോട്ടായില്ലേ കാണാം. നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബിരിയാണി നെയ്ച്ചോർക്ക് വെക്കുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്നതിന് കുറച്ചത് ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. അരി എങ്ങനെയൊക്കെ ഇട്ടു, ശരിക്കും വീഡിയോ ഒന്നും എടുത്തില്ല. കൈ പൊള്ളിപ്പോയി. ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടുണ്ട്. പിന്നെ അരി വെള്ളത്തിലിട്ട് കൊടുത്തപ്പോൾ ഒറ്റ ട്രിപ്പ് വീണപ്പോൾ കയ്യിലോട്ട് ലേശം ചൂടുവെള്ളമായി. അതുകൊണ്ട് വേഗം ഫോൺ ഓഫ് ചെയ്തു. ശരിക്കും വീഡിയോയിൽ പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. ചോറിൻ്റെ ഉൾഭാഗം പൊട്ടണം എന്നാണ് പറയുക. അങ്ങനെ വെക്കുമ്പോൾ മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ പാകമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് റെഡി ആവട്ടെ. സവാള സെറ്റായി പാകമായി വരുന്നുണ്ട്, ഫ്രൈ ആയിട്ട്. ചോറും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് ആ പാത്രത്തിൽ ഒരുപാട് പൊന്തി വന്നു. കുറേ റൈസായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് മാറ്റി എടുത്തു വെച്ചു. അല്ലെങ്കിൽ ഇതിലിനി കൂണും കൂടി റെഡിയായി വരുമ്പോൾ ചോറ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ മാറ്റി. പിന്നെ അത് ഊറ്റി വാർത്ത് വെച്ചിട്ട് അതിന് ശേഷം കുറച്ച് നെയ്യും ഡാൽഡയും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എന്നൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഈ ടൈമിൽ മുകളിലത്തെ കുറച്ച് പിള്ളേരുണ്ട് കൂടെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ, കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ വോയിസ് കൊടുക്കാത്ത, ഫോൺ വോയിസ് കൊടുക്കുന്നത് കൊണ്ടാട്ടോ. അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടായിരുന്നു കുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വോയിസ് കൊടുത്തില്ല. പിന്നെ ഉപ്പിട്ടിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുത്ത്. ഉപ്പിടുന്ന വീഡിയോ മിസ്സായി പോയി പോകുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതൊട്ട് നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുത്തിട്ട് സവാള നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. കുക്ക് ചെയ്ത് തീരുന്ന വരെ മേലത്തെ ഫ്ലോറിലെ പിള്ളേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സഞ്ജു ഇല്ലാത്തതുകൊണ്ട് അവരെന്നോട് സംസാരിച്ചിരുന്നു. ഒരുപാട് നേരം ഉണ്ടായിരുന്നു.
അവർക്കുള്ള ഫുഡ് ഞാൻ മേലെ കൊണ്ടു കൊടുത്തായിരുന്നു. ആയോടാ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റൊക്കെ നന്നായിട്ട് പച്ചമണം മാറി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി മല്ലിയിലയും പുതിനച്ചപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മല്ലിയിലേനേക്കാളും കൂടുതൽ പുതിനച്ചപ്പാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി വന്നിട്ട് അതിലോട്ട് പൊടികളായിട്ട് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കുറച്ചും മുളക് പൊടി എടുത്തിരിക്കുന്നത്. മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നതിൻ്റെ പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി മസാല എപ്പോൾ ബിരിയാണി വെക്കുകയാണെങ്കിലും ആഡ് ചെയ്യാറില്ല. നമ്മൾ ഇതിലോട്ട് ഇടുന്ന ഗ്രാമ്പും പട്ട ഏലക്ക അതെല്ലാം അപ്പം തന്നെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അതാണ് ഞാൻ ആഡ് ചെയ്യാറ് കേട്ടോ. എപ്പോൾ ബിരിയാണി വെക്കുകയാണെങ്കിലും എൻ്റെ ഉമ്മച്ചി അങ്ങനെ ആഡ് ചെയ്യാറ്, ഞാനും അങ്ങനെ ആഡ് ചെയ്യാറ്. പിന്നെ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പിന്നെ കൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. കൂൺ എപ്പോൾ കറി വെക്കുകയാണെങ്കിലും വെള്ളം ആഡ് ചെയ്യരുത്. ഇതിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. കൂണിൽ ഓൾറെഡി നല്ല വെള്ളം ഉണ്ടാവും. അത് വേവുന്ന വരെ നന്നായിട്ട് ഇറങ്ങി വന്ന് പാകത്തെ വേവാകുമ്പോൾ കറക്റ്റ് വറ്റി വരും കേട്ടോ. അങ്ങനെ കൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കണ്ടോ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നില്ലേ. അത് വറ്റി വെള്ളം കറക്റ്റായിട്ട് വെന്ത് വരുമ്പോൾ ചോറ് ആഡ് ചെയ്തിട്ട് ലെയറായിട്ട് ആഡ് ചെയ്തിട്ട് ദമ്മിട്ട് വെക്കുകയാണ്. ഫസ്റ്റ് ലെയർ ആഡ് ചെയ്തിട്ട് പിന്നെ പൊടിച്ച് വെച്ച മസാലയില്ലേ, ഗരം മസാല, ആ മസാലയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ മല്ലിയിലയും പുതിനച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ വറുത്ത് വെച്ച സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. കാഷ്നട്ട് മുന്തിരി ഇല്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ ആഡ് ചെയ്തിട്ട് സെയിം റിപ്പീറ്റ് അതുപോലെ ചെയ്യും. അങ്ങനെ ലെയറായിട്ട് ദമ്മിട്ട് വെക്കാറ് കേട്ടോ. 1 മണിക്കൂർ ഞാൻ ദമ്മിട്ട് വെച്ചത്. 8 മണിയായപ്പോൾ ദമ്മ് പൊട്ടിച്ചു. 8:45 അവർ വന്ന്. അങ്ങനെ നമുക്ക് അടുപ്പിലല്ലല്ലോ വെക്കുന്നത്, അതുകൊണ്ട് മുകളിൽ വെയിറ്റായിട്ട് ഞാൻ കല്ലാണ് വെച്ച് കൊടുത്തത്. മറ്റേ നമ്മുടെ ചതക്കുന്ന കല്ലില്ല, അതാണ് വെച്ച് കൊടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കനലെടുത്ത് മുകളിലിട്ടിട്ട് കല്ലൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് എൻ്റെ ഓൾറെഡി നല്ല മൂടിയായതുകൊണ്ട് അതിൽ കാറ്റ് ആവി പോകത്തില്ല. ആവി പോകുന്ന മൂടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ എടുത്തിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ചുറ്റോറം വെച്ച് ഒട്ടിച്ചിട്ട് വെയിറ്റ് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ദമ്മ് പൊട്ടിച്ചപ്പോൾ അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ശരിക്കും എടുത്തില്ലായിരുന്നു. വിളമ്പുന്നതും അവർ വന്നിട്ട് കഴിക്കുന്നതൊന്നും വീഡിയോ ശരിക്കും എടുത്തില്ല. അപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു, അതാണ് ലാസ്റ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി വെക്കുമ്പോൾ നന്നായിട്ട് നെയ്യ് ഒഴിച്ചാലാണ് അതിൻ്റെ ഫ്ലേവർ, നല്ല ദം ബിരിയാണീൻ്റെ ഫ്ലേവർ ഉണ്ടാവുക. പിന്നെ തൈരും സലാഡും ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിരുന്നു. ക്യാരറ്റും കുക്കുമ്പർ ഇല്ലായിരുന്നു. ക്യാരറ്റും സവാളയും പച്ചമുളകും ഉപ്പും തൈരും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സലാഡ് റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. നെയ്യ് ഫുള്ള് തീർന്നു. റൈസെല്ലാം സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്ത് മാറ്റിയിട്ടോ. ആ കാണുന്നത് ഗരം മസാലയാണ്. അതിനി അടി പിടിച്ചു കരിഞ്ഞു എന്നൊന്നും കമൻറ്റ് ചെയ്തേക്കരുത്. ഞാൻ സെപ്പറേറ്റ് മസാലയും റൈസും വെക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സഞ്ജു പറഞ്ഞ് എല്ലാം മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തു. പക്ഷേ അതായിരുന്നു ടേസ്റ്റ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മഷ്റൂം ബിരിയാണി ട്രൈ ചെയ്യുന്നത്. സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ഇത്ര പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ കൂണ് കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ ബിരിയാണി ആക്കി ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അവർ വന്നപ്പോൾ വേഗം ഫുഡ് വിളമ്പിയ ടൈമിൽ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു, അത് മാത്രം അപ്പോൾ ഇവിടെ വെക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.